അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് നെടുവങ്കിയെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെട്ടിയെടുത്തായിരുന്നു. ഇനിയിപ്പോൾ ഈ വീഡിയോ അതിനെ കുക്ക് ചെയ്യുന്നതാണ്. അതിനെ ഇനി അവിക്കുന്ന വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത്. ഇത് അവിക്കുക, കുക്ക് ചെയ്യുക, കഴിക്കുക, അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അതാണ് ഇന്നത്തെ വീഡിയോ. കണ്ട, ഇതാണ് നല്ല മനോഹരമായിട്ടുള്ള കുറേ നെടുവങ്കിയെ നമ്മൾ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതല്ല, അവിടെ ഉണ്ട് പകുതി. ഇതെല്ലാം കൂടി ഇനിയിപ്പോൾ കൊണ്ടുപോവുക. അതായത് കൊണ്ടുപോയി ഇതിനെ അരിഞ്ഞ് ചെത്തിക്കളഞ്ഞിട്ട് അതിൻ്റെ പുറത്തെ തോടൊക്കെ ചെത്തിക്കളഞ്ഞ് കഴുകിയെടുത്ത് അവിക്കുക, കഴിക്കുക. അപ്പോൾ ആ മൂടാണ് ഇന്ന്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അതിമനോഹരമായിട്ട് കണ്ട മയിലാടും പാറയിലാണ് അങ്ങനെ വന്നിരിക്കുന്നത്. മയിലാടും പാറയുടെ തായ്വാരങ്ങളിലാണ്. അപ്പുറത്ത് അവിടെയാണ് മയിലാടും പാറ. അതവിടെയാണ് പാറ. ഇത് പാറയുടെ സൈഡിലെ സ്ഥലം. അങ്ങനത്തെ ഇടത്താണ്, ആ സ്ഥലത്താണ് ഇന്ന് വന്നിരിക്കുന്നത്. നല്ല വെയിലാണ് ഇപ്പോൾ. അതാണ് ഞാനിങ്ങനെ എവിടെയാണ് ഒരു തണലെന്ന് പറഞ്ഞാണ് ഞാനിങ്ങനെ നോക്കി നടക്കുന്നത്. കണ്ട, വേക്ക് മൊത്തം മനോഹാരിതമാണ്. റിസർവയറാണ് വേപ്പാറ ഡാമിൻ്റെ. അപ്പോൾ അവിടെ ഇട്ടാണ് ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്നെ കണ്ടുകൂടി, ഇരുട്ടായിരിക്കണേ. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ഇനി നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ 2 വീഡിയോ എടുക്കുന്നത് ഒരു ദിവസം തന്നെയാണ്. ആദ്യം ഈ കേങ്ങനെ വെട്ടിയെടുത്ത് കൊണ്ടിട്ട് അവിക്കുന്നത്. ഇന്നിപ്പോൾ അവിക്കണം. അപ്പോൾ രണ്ടും കൂടി ഒരു വീഡിയോയിൽ വെച്ചാൽ ഒരുപാട് ദൂരമാവില്ല. എന്താവുന്നത് കൊണ്ടാണ് 2 ആക്കുന്നത്. 2 അങ്ങനെ ആക്കി ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നേരത്തെ വീഡിയോയിൽ ഇത് ഇത് വെട്ടിയെടുത്തതാണ്. കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടില്ലെങ്കിൽ പോയി കാണുക. ഡിസ്ക്രിപ്ഷനിലും നല്ല കാറ്റ്, ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും ഐക്കാർഡിലൊക്കെ ഞാൻ കൊടുക്കാം. പോയി കാണുക കണ്ടില്ലെങ്കിൽ. അങ്ങോട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് അതിനെ കുക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇനി അതിലോട്ട് തന്നെ പോവാം. അവിക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു കലം കൊണ്ട് വന്നിട്ടുണ്ട്. ഇത്രയുമാണ് വെട്ടിയെടുത്തത്. വലുതിനൊക്കെ ഇന്നിപ്പോൾ അതിൻ്റെ പുറത്തത്തെ അടുത്തൊക്കെ ഉണ്ടോ, കുറേ കൂടെ കാണിച്ചു തരാം. ഇത് നല്ല മനോഹരമായ ഒരെണ്ണമാണേ. ഇനിയിപ്പോൾ എന്നാലും കുഴപ്പമില്ല. ഇത് ഈ കേങ്ങ ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്തത്തെ തോടൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് തോട് ചെത്തിക്കളഞ്ഞ് അവിക്കാം. ഇതിൻ്റെ എല്ലാം വേവുമെന്ന് നല്ല പ്രതീക്ഷയൊന്നുമില്ല. ഇതിപ്പോൾ താഴെ വെള്ളമുണ്ട്, വെള്ളത്തിൽ കൊണ്ടുവച്ചിട്ട് അരിയാം, തോട് ചെത്തിക്കളയാം. പിന്നെ ചെറുതിനെയൊക്കെ കലത്തിൽ എടുത്തിട്ട് കൊണ്ടുപോകാം, അല്ലാത്തതിനെ കയ്യിലെടുത്ത് കൊണ്ടുപോയിട്ട് അവിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതെടുത്തോണ്ട് അവിടെയൊക്കെ. എന്നിട്ട് എല്ലാവരും എന്നെ ഫോളോ ചെയ്യും. ഇവിടെ പറയിലിട്ട് ഇനിയിപ്പോൾ ഇവിടെ കൊണ്ട് നല്ല വെയിലാണ്. ഈ വെയിലത്ത് ഒരുപാട് നേരം ഇരുന്ന് കറങ്ങാൻ പറ്റൂല. നല്ല തീ പിടിച്ച വെയിലാണ്. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ തൊപ്പി കൊണ്ട് വന്നില്ല എന്ന് വെച്ചാൽ. വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തോടൊക്കെ ചെത്തിക്കളഞ്ഞെടുക്കേണ്ടതുണ്ട്. ആദ്യം കയ്യൊന്ന് കഴിയട്ടെ. അങ്ങനെ നമ്മൾ പണി തുടങ്ങാൻ പോവുകയാണ്. ഇതിൻ്റെ തോടൊക്കെ ചെത്തിക്കളയണം. എൻ്റെ വെള്ളത്തിന് ക്ഷാമം ഇല്ലാത്തത് കൊണ്ട് ആദ്യം മണ്ണൊക്കെ അങ്ങ് കഴുകിക്കളയാം. മണ്ണൊക്കെ കഴുകിക്കളഞ്ഞ് ഇത് വേവാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. വളരെ അവിക്കുക എന്നുള്ളത്, പുഴുങ്ങുക എന്നുള്ളത് വളരെ സിമ്പിളസ്റ്റായിട്ട് വേറെ യാതൊരുവിധ ചിലവുകളുമില്ലാതെ, അതായത് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ പരിപാടി ആയതുകൊണ്ടാണ് അവിക്കാൻ തന്നെ പോകുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് കാച്ചാമായിരുന്നല്ലേ. കാച്ചാനാണെങ്കിൽ നല്ല സമയവും കുറച്ച് റിസ്ക്കൊക്കെ ആയതുകൊണ്ട് അത് പിന്നീട് ഒരിക്കൽ ചെയ്യാം. ഇവിടുത്തെ ഈ വീഡിയോയിൽ നോക്കട്ടെ. അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങനെ കഞ്ഞി വയ്ക്കാം. മുളകുവെള്ളം കാച്ചാൽ ഒരു ദിവസം വന്ന് നല്ല പ്ലാനുണ്ട്. അതിൻ്റെ ആദ്യ പടിയായിട്ട് നമുക്ക് ആദ്യം ഒന്ന് അവിച്ച് നോക്കാം.
ഇത് വെട്ടിയതിൽ എല്ലാം ഒന്നും വേവയൊന്നുമില്ല. ചിലതൊക്കെ മിക്കവാറും റബ്ബർ പോലെ കിടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു. എന്തായാലും നോക്കാം. അതിൽ മണ്ണ് ലേശം കൂടിപ്പോയി. പിന്നെ വെള്ളം സുലഭമായി ഉള്ളതുകൊണ്ട് എന്നൊരു വിഷയമേ അല്ല. ഏത് റേഞ്ചിലുള്ള മണ്ണും നമുക്ക് കഴുകിക്കളയാം. എന്ത് വിശ്വാസത്തിൽ കുളിക്കും. ഈ കറുകറായിരിക്കുന്നത് കേടായ സാധനമാണ്, മണ്ണല്ല. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് പിന്നീട് നമ്മൾ ചെത്തി കളയുന്നതായിരിക്കും. നമ്മൾ ഇത്രയും നമ്മൾ ചെത്തിയെടുത്തിട്ടുണ്ട്. തോട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനൊന്ന് മുറിച്ചെടുക്കണം. ഇതിൻ്റെ അകത്ത് കിടക്കാനുള്ള സൈസിന് കണക്കിന് ഇങ്ങനെ ഇതിന് ലേശം നീളം കൂടുതലാണ്. ഇതിൽ എല്ലാം ഒന്നും നല്ല മര്യാദയ്ക്ക് വേവുമെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. എന്നാലും നോക്കാം. കണ്ട ഇത്രയും നോക്കി ഇട്ടാണ്. ഇത്രയും കേക്ക് നമ്മൾ കൊണ്ടുവന്നെങ്കിൽ ഇതൊന്നും എടുത്തില്ല. ഇതൊന്നും കൊള്ളാത്ത ഇല്ലാതായതും തീരെ അയ്യാതായതിനൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ കൊണ്ടുവച്ചിട്ട് ഇതാക്കാം. ഇതാ ഇത്രേ എടുത്തിട്ടുള്ളൂ നമ്മൾ. ഇനി ഇതിനെ കൊണ്ടുവച്ചിട്ട് അവിക്കാം. അതിന് ഞാൻ പോവുകയാണ് സുഹൃത്തുക്കളെ, പോവുകയാണ്. പണ്ടാര അടുപ്പിലോട്ട് തീ കൊടുക്കാൻ പോവുകയാണ്. എന്നെല്ലാം കത്തി നശിപ്പിക്കണം. വിറകോട് കത്താൻ വേണ്ടി. അങ്ങനെ തീയും കത്തിച്ച് കലം അടുപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് വേവുന്നത് വരെ. ഇനിയിപ്പോൾ ബാക്കി പരിപാടി മൊത്തം ഇനി വെന്തിട്ടാണ്. നല്ല കാറ്റാണ്. ആഹാ, കാറ്റെന്ന് പറഞ്ഞ ഒരു രക്ഷയുമില്ലാത്ത കാറ്റ്. പോവും, നല്ല കാറ്റ്. കുപ്പൻ തന്ന കത്തിനെ. സൂര്യനാണെങ്കിൽ ഇവിടെ തീ പിടിച്ച വെയിൽ. വേവുകയാണ്. ഞാൻ പാള കൊണ്ടുവരാൻ വിട്ടുപോയി. ഇനിയിപ്പോൾ ഇത് നമ്മൾ കഴിക്കണമെങ്കിൽ 2 ഇല വേറെ പറിക്കണം. ഇനിയിപ്പോൾ വേവുമ്പോൾ കാണാം. വേവാൻ കുറേ കൂടി നല്ല സമയം എടുക്കും. എന്തായാലും വെന്ത് വരട്ടല്ലേ.
അപ്പോൾ ഇത്രയും വെന്തിട്ടുണ്ട്, കുറേ നേരമായി വെന്തിട്ടുണ്ടാവണം. ഇനിയിപ്പോൾ അകത്ത് വെള്ളമുള്ളതുകൊണ്ട് വടിച്ച് കളയാം. വെള്ളം നമുക്ക് ഇല വെച്ചിട്ട് തന്നെ വടിക്കാം. നല്ല ചൂട്, ഇവിടെ വെച്ചിട്ട് തന്നെ വടിക്കാം. ആവും വെള്ളം കണ്ട ഇതോ ഒരെണ്ണം നമ്മുടെ ഒരു കേങ്ങ തകർത്ത് വെളിയിൽ ചാടിയിരിക്കുന്നു. അതിനെ പോയി കൈ എടുത്തോണ്ടാക്കുവേ. നല്ല ചൂട്. വയ്ക്കുന്ന വെടിയല്ല ഉന്നം തെറ്റും. അല്ല ഇത് രണ്ടും കൂടി പോയി കൈ എടുത്തോണ്ടാണ്. ഇപ്പം എന്തായാലും രണ്ടും കൂടി പോയി കൈ എടുത്തോണ്ടേ. എന്നിട്ട് ഇവിടെ കൊണ്ട് സ്ഥാപിതമാക്കാം. വളരെ മാന്യമായിട്ടുള്ള രണ്ട് കിഴങ്ങായിരുന്നത്. രണ്ടും കൂടി അങ്ങ് പോയിരിക്കുകയാണ്, തറയിൽ പോയിരിക്കുകയാണ്. കൈ എടുത്തോണ്ട് വട്ടയില പറിച്ചുകൊണ്ട് തപ്പിടാൻ പോവുകയാണ്. അടുത്ത കാണിക്കാം. ഇല വച്ച് പപ്പിട്ടിട്ട് നമുക്ക് അതിൻ്റെ പുറത്ത് വാരി തട്ടാം. ഇതാ ഈ കാറ്റിൻ്റെ കാര്യം വല്ലാത്ത ദാരുണവും ക്രൂരവും പൈശാചികവും ഒക്കെയാണ്. ഇനി വലിയ വലിയ കാറ്റുകൾ വരുന്നതിന് മുമ്പ് ഇതിനെ കമത്തി തട്ടാം. കമത്തി തട്ടാൻ പോകുന്നു. എല്ലാവരും കണ്ടോളൂ. ഓ ഉണ്ട്. ബന്ധപ്പാൻ്റെ നിറം കൊണ്ടങ്ങ് മാറിയിട്ടുണ്ട്. മനോഹാരിത. അങ്ങനെ എല്ലാം വെന്ത് വേവിച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ എടുത്ത് തിന്നാൻ പറ്റൂല. ഇനി ഇത് കഴിക്കണമെങ്കിൽ ഇതിനെ ചെറിയ ചെറിയ പീസ് കണക്കി അരിയണം. ഞാൻ അരിഞ്ഞ് കാണിച്ചു തരാം. ഇങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ചെറിയ ചെറിയ തുണ്ടൻ കണക്കിനെ അരിഞ്ഞെടുക്കണം. പീസായിട്ട്. അത് നല്ല പോലെ വെന്തിട്ടുണ്ട്. അത് നല്ല പൊളി സാധനം. ഇങ്ങനെ ചിലത് കുഴപ്പമില്ല, ഇത് നല്ല ഇതാണ്. ഇത് വേവും. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ചിലതുണ്ട് വേവൂല, വേവാത്ത പോലെ ഇരിക്കും. അത് വേവാത്തതല്ലാത്ത അതിൻ്റെ എന്തോ പ്രതിഭാസമാണ്. വേവാത്തത് തന്നെ. അതിനിപ്പോൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് അറിഞ്ഞൂടല്ല. ഒരുമാതിരി റബ്ബർ പോലെ ഇരിക്കും. വെള്ളമായിരിക്കും അതിനകത്ത് മൊത്തം. ഇതിനകത്ത് നല്ല മാവാണ്, നല്ല ബലമുണ്ട്. നമുക്ക് ഇത് കഴിക്കാൻ വേണ്ടി ഇതുപോലത്തെ പീസായിട്ടിരുന്ന് അരിയണം. അതായത് ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞില്ലെങ്കിൽ നാളെ പുറത്തു പോവില്ല. അതുകൊണ്ടാണ് അരിയണം എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ പീസ് കണക്കിന് അരിയണം. ഇതാണ് ഉദാഹരണം. ഞാൻ നേരത്തെ പറഞ്ഞതിന് ഉദാഹരണമാണ് ഇത്. കണ്ട, ഇതിൻ്റെ അകം മൊത്തം വെള്ളവും വെള്ളപ്പൊക്കമാണ്. ഒന്ന് പിഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഇപ്പം വെള്ളം വരും. ആ കണക്കിനാണ് ഇതിരിക്കുന്നത്. അത് കിഴങ്ങിൻ്റെ സ്വഭാവമാണ്. ചിലതിന് കുഴപ്പമില്ല, ചിലതിന് ഇതുണ്ടാവും. ഇത് ഒരുമാതിരി ഇരിക്കും. ഇത് വലിയ ടേസ്റ്റൊന്നും കാണില്ല. ഒരുമാതിരി മാവില്ലാത്ത പോലെ. അതിലിപ്പോൾ എങ്ങനെ പറഞ്ഞ് ഇപ്പം മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ എന്തായാലും ഇങ്ങനെ ഇരിക്കും. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ചിലത് നല്ല മനോഹരമായിട്ടിരിക്കും, ചിലതിങ്ങനെ. ഇത് കൊള്ളാം. അതിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാം നാടനാണെന്ന്. ഓർഗാനിക്കാണ്. അതങ്ങനെ അരിയാനും നല്ല സുഖമാണ്. എന്താ ഇതാണെങ്കിൽ വെള്ളവും വെള്ളപ്പൊക്കവും. ഇതാണ് ഇതിൻ്റെ വിഷയം. അയ്യോ കണ്ട, അത് അരിയിനിട്ട് ഒരു മുറിയുന്നില്ല. അതിനങ്ങോട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ അരിയാനുള്ളതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞിങ്ങനെ പീസാക്കി കുറേ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലായിടത്താലും തിന്നൂല. അതുകൊണ്ട് എടുത്തിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരെണ്ണം മൊത്തത്തിനടുത്ത് ഇങ്ങനെ കടിച്ചു വലിക്കുകയാണ്.
നാളെ പോവോ എന്തോ. ഇല്ല, മര്യാദയ്ക്ക് മുറിക്കാൻ നോക്കിയിട്ട് മുറിയുന്നില്ല. ഒറ്റപ്പിളഞ്ഞു. അതിന് വല്ലാത്തൊരു മാനസാന്തര. ഇവിടെ ഇത് ചിലത് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല. പക്ഷെ ഇത് കുഴപ്പമാണ്. അത് ചിലത് വേവും, ചിലത് വേവില്ല. വേവില്ലെന്നല്ല, അത് തിന്മല അങ്ങനെയാണ്. ചിലതിന് കുഴപ്പമില്ല. ചിലതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കും, അത് തിന്നാൻ കൊള്ളൂല. അക്കരക്കാരെ ആന വെക്കാണ് തത്തകളെ. ആന അങ്ങനെ ഇരിക്കണേ. ഇവൻ പറഞ്ഞ് പേടിപ്പിച്ച്. ഇപ്പോൾ ഉയരങ്ങ് പോയാനെല്ലാം കൂടി. അക്കരെ അങ്ങനെ ആന നിൽക്കുകയാണ്. അപ്പോൾ അതും കൂടി കാണിച്ചിട്ട് അതുപോലെ ഈ വീഡിയോ നിർത്തിയിരിക്കുകയാണ്. കാണാൻ പറ്റില്ല, ഇവിടുന്ന് ലൈവായിട്ട് കണ്ടാൽ തന്നെ വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഈ ഫോണെ കുറച്ച് സൂം ചെയ്താൽ അതാണ് അങ്ങോട്ടാണ് പോണത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും നീന്തി കയറിയതാ. എന്തായാലും ഞാൻ നോക്കട്ടെ, കാണാൻ പറ്റൂല. ഇവിടെ നിന്ന് നിങ്ങൾ നേരിട്ട് കണ്ടാൽ തന്നെ ചെറിയ ഒരു ഇരുട്ട് മാത്രമേ അവിടെ കാണാനുള്ളൂ. ആനക്ക് ഇതൊക്കെ വെച്ച് നോക്കിയാൽ അതാ പോയി. ഇരുമാന്തി ആന പോയി, ഇടയ്ക്ക് പോയി. ഇതാ പോണു. ആ ഇപ്പം കാണാം. നേരെ കുറേ ഇപ്പുറത്താണ് നിന്നത് നേരത്തെ. അപ്പോൾ സൂം ചെയ്യുന്നത് ചിലപ്പം കാണാത്തതാണ്. അത് അപ്പുറത്തോട്ട് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവിടെ കൂടിയാണ് മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. അവിടെ ആനയാണ് പോയത്. എനിക്ക് തോന്നുന്നു അവിടെ കൂടി വന്ന് വെള്ളത്തിൽ ഇറങ്ങാൻ നോക്കിയതായിരിക്കും. വെള്ളത്തിൽ ഇറങ്ങാൻ നോക്കിയതല്ല, അവിടെ കൂടി വെള്ളം കുടിക്കാൻ വന്നതായിരിക്കും. കുടിച്ചും കൊണ്ട് തിരിച്ചു പോയതായിരിക്കും. എന്നിട്ട് തിരിഞ്ഞപ്പോഴാണ് കണ്ടത്. അപ്പം അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വ്ളോഗ് കൂടാതെ നിർത്തിയിരിക്കുകയാണ്. വേറെ ആനയൊന്നും കണ്ടില്ല.